ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇവർ രണ്ടാളും എൻ്റെ കസിൻസാണ്. ദിസ് ഈസ് ഹൃതിക ആൻഡ് ദിസ് ഈസ് ഗൗരി. അപ്പോൾ ഇവർ രണ്ടാളും ഇപ്പോൾ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാം. വീട്ടിൽ എന്തായാലും വെറുതെ ഇരിക്കുന്നതായിരുന്നു, അപ്പോൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഗൗരിക്ക് ഞാൻ ഫസ്റ്റ് റൂൾസ് പറഞ്ഞുതരാം. ബിക്കോസ് ഇവൾ അധികം ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. ഗൗരി കുറച്ച് ചെറുതായതുകൊണ്ട് പറഞ്ഞുതരാം. ഞാനിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനൊരു റിലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഗൗരിക്ക് ആൻസർ അറിയെങ്കിൽ ഫസ്റ്റ് ഗൗരി എന്ന് പറയണം. എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ ആൻസർ പറയില്ലേ? അപ്പോൾ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ആരാ പറയണമെന്ന് വെച്ചാൽ ഗൗരിക്ക് ആൻസർ അറിയെങ്കിൽ ഗൗരി ഇങ്ങനെ ഗൗരി നിന്റെ പേര് പറഞ്ഞിട്ട് അതിനുശേഷം അപ്പോൾ ഞാൻ നിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ചോദിക്കുന്നല്ല, എന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ ആൻസർ പറയാൻ പറയും, ടൈം തരും. അപ്പോൾ നീ ആൻസർ പറയാം. എന്നിട്ട് നീ പറഞ്ഞ തെറ്റാണെങ്കിൽ കിത്തു പറയും. യു ആർ ഓൾവേസ് കിത്തു ഫോർ us. അപ്പോൾ നെക്സ്റ്റ് കിത്തു പറയും. അങ്ങനെ എന്നിട്ട് രണ്ടാൾ പറഞ്ഞ തെറ്റാണെങ്കിൽ ഒന്നും കൂടെ ചാൻസ് വരും. അപ്പോൾ ആരാണ് ഫസ്റ്റ് പറയുന്നത് ആരും ഫസ്റ്റ് പേര് പറയുന്നത് അവർക്കാണ് ചാൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ ഒരു 15 ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഫേവറേറ്റ് കാർ? ഹൃതിക. ഓക്കെ, ഹൃതിക പറ. റേഞ്ച് റോവർ. യെസ്. അപ്പോൾ ഹൃതികക്ക് ഫസ്റ്റ് മാർക്ക് ഗോസ് ടു ഹൃതിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കരുത്, പക്ഷെ ആൻസർ ഇല്ല ഇതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ്. ഗൗരി റെഡി? ഇപ്പോൾ വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? ഗൗരി. ഗൗരി ഫസ്റ്റ്. ബ്ലൂ. യെസ്. ഗൗരിക്ക് 1 മാർക്ക്. ഓക്കെ, നമുക്ക് മാർക്ക് പിന്നെ ലാസ്റ്റ് പറയാം, സ്കോർ. നെക്സ്റ്റ്, വാട്ട്സ് മൈ ഫേവറേറ്റ് ഫുഡ്? ഗൗരി. ഓക്കെ. ചോക്ലേറ്റ്? നോ, ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാളും ഫേവറേറ്റ്. നെക്സ്റ്റ്, ഹൃതിക ടെൽ മീ. ചോക്ലേറ്റ്, ഐസ്ക്രീം. ഐസ്ക്രീം തന്നെ. അത് ഓൾമോസ്റ്റ് കറക്റ്റ്. ഐസ്ക്രീം അല്ല ആൻസർ പറഞ്ഞ്. അപ്പോൾ ഹൃതികക്കാണ് കേട്ടോ മാർക്ക്. ഐസ്ക്രീം. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫേവറേറ്റ് ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. ഫസ്റ്റ് പേര് പറ, ആരാ? ഓക്കെ, ഹൃതികയാണ് പറഞ്ഞത് ഫസ്റ്റ്. പറ. ബെൽജിയം ചോക്ലേറ്റ്. യെസ്, ബെൽജിയം ചോക്ലേറ്റ്. ഗൗരിക്ക് അറിയത്? ഐസ്ക്രീം ഒന്നുമില്ല, എനിക്കറിയില്ല. ഫ്ലേവർ അറിയില്ല. അപ്പോൾ അഗെയിൻ ഹൃതിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മേ ബി ഹൃതികക്കായിരിക്കും അറിയാൻ ചാൻസ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഗൗരി കുറച്ചും കൂടെ ചെറുതല്ല. ഞാൻ ചെറുതുണ്ടായപ്പോൾ, ചെറുതെന്ന് വെച്ചാൽ അത്ര ചെറുതല്ല, ഒരു സ്കൂൾ ടൈം, ആ ടൈം കൂടുതലായിട്ട് നമ്മളൊരു ബോളിവുഡ് സിംഗറിൻ്റെ ഒരു സോങ് അല്ല, ഒരു ബോളിവുഡ് സിംഗർ, അവരുടെ പാട്ടായിരുന്നു കൂടുതൽ കേട്ടിട്ടുള്ളത് നമ്മൾ. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ ടൈം. ഇപ്പോഴും കുഴപ്പമില്ല, എന്നാലും ആ ടൈം നല്ല ട്രെൻഡിങ് ആയിരുന്നു. ആരത്? ഓക്കെ, ഹൃതിക. ഹണി സിംഗിൻ്റെ പാട്ട്. നീ ചെറുതല്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈസിയാണ്. വാട്ട്സ് മൈ ബർത്ത് ഇയർ, ഡേറ്റ്, മന്ത് എല്ലാം പറയണം. 3. ഓക്കെ, പറ. നവംബർ 14. ഗൗരി? അല്ല, അത് സോറി, നവംബർ 16. ഡേറ്റ് കറക്റ്റ്, ഇയർ 2020. അപ്പോൾ ഹൃതിക. അപ്പോൾ മാർക്ക് ഗോസ് ടു ഹൃതിക. ഗൗരിക്ക് വേണമെങ്കിൽ നമുക്കൊരു ഹാഫ് മാർക്ക് കൊടുക്കാം അല്ലേ, ഡേറ്റ് അത് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഓക്കെ, രണ്ടാൾക്കും ഹാഫ് വെച്ച് കൊടുക്കാം, അതല്ലേ നല്ല? ഹാഫ്. നെക്സ്റ്റ്, എൻ്റെ സോഡിയാക് സൈൻ? അഗെയിൻ ഹൃതിക. സ്കോർപ്പിയോ. അപ്പോൾ പിന്നെയും ഹൃതികക്ക് മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോട്ടെ ഗൗരി. അതായത് നമുക്ക് കുറേ ഇതില്ലേ, സ്റ്റോൺസ് ഇല്ലേ, ഡയമണ്ട്, എമറാൾഡ്, സഫയർ, അങ്ങനെ കുറച്ച് സാധനങ്ങളില്ലേ, റൂബി. അപ്പോൾ അതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്താ? ഡയമണ്ട് ഇഷ്ടമാണ് എനിക്ക്, ബട്ട് ഡയമണ്ടിനേക്കാൾ കുറച്ചുകൂടെ ഇഷ്ടമുള്ള സാധനമുണ്ട്. യെസ്, ബ്ലൂ സഫയർ. ഹൃതിക സ്കോറിങ്. ഗൗരി നോക്കിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, ഗൗരി IPL ആണല്ലോ? ഉണ്ട്. ഓക്കെ, അതിൽ എൻ്റെ ഫേവറേറ്റ് ടീം ഏതാ? അഗെയിൻ ഹൃതിക.
എനിക്കറിയില്ല കറക്റ്റ്. ഞാൻ IPL ഞാൻ കാണാനൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം മുംബൈ ഇന്ത്യൻസ്. യെസ് ഓൾവേസ് മുംബൈ ഇന്ത്യൻസ്. അഗെയിൻ ഹൃതിക സ്കോർസ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ടോയ്സിൽ ഒരുപോലുള്ള 2 ടോയ്സ്. ഒന്ന് അദ്വൈത് വാങ്ങിച്ചതും ഒന്ന് കിത്തു വാങ്ങിച്ചതും. ഗൗരി. വെയിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ ഫുള്ള് പറയട്ടെ. അതിൽ രണ്ടാളും ഒരേപോലുള്ള റെഡ് കളറിലുള്ള ടെഡീസാണ്. ഒന്ന് വലുതും ഒന്ന് അതിൻ്റെ ചെറുതും. അതിന് ഞാൻ നെയിം വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെയിം എന്താ? രണ്ടിൻ്റെയും നെയിം അറിയുന്നവർ ഫസ്റ്റ് പറ. രണ്ടിൻ്റെ അറിയില്ല, അപ്പോൾ പൂനോസ് ഹൃതിക പറ. സിംബയും മാക്സ്. യെസ്, സിംബ ആൻഡ് മാക്സ്. വലുത് സിംബ കറക്റ്റ്. കളറാ ചോദിക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഫേവററ്റ് കാർട്ടൂൺ. യെസ്, ബട്ട് നീ പേര് പറഞ്ഞിട്ടില്ല ഫസ്റ്റ്. എന്നാൽ കുഴപ്പമില്ല, ഗൗരിക്ക് ആൻസർ അറിയായിരുന്നോ? ഓഗി, ടോം ആൻഡ് ജെറി, അങ്ങനെ കുറേ കാർട്ടൂൺസ് ഉണ്ട്. എന്നാലും ഓഗി സൂപ്പറാണ്. പിന്നെ 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 വെയിറ്റ്, ഞാനിപ്പോൾ എൻ്റെ UG പഠിച്ച കോളേജാണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ PG പഠിക്കുന്ന MBA പഠിക്കുന്ന കോളേജാണോ എനിക്കിഷ്ടം? കോളേജ് മാത്രമല്ല, ടോട്ടൽ ഫ്രണ്ട്സ് എല്ലാവരും വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഇഷ്ടം? അല്ല, നെക്സ്റ്റ്. കോളേജിന്റെ പേരറിയില്ല. റൈറ്റ് നൗ ഓക്കെ, കറക്റ്റ്. MBA പഠിക്കുന്നത്. അതാണ് ഇഷ്ടം. റൈറ്റ്. പിന്നെ ഓക്കെ, അപ്പോൾ കോളേജ് പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കാം. കോളേജിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരറിയോ? അതിലിപ്പോൾ ഞാൻ എന്താ പറയുക, മീൻസ് ഇത്രയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ പറയാം. നെക്സ്റ്റ് കിരൺ. ഓക്കെ, അപ്പം രണ്ടാള് രണ്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീ നിങ്ങൾക്ക് 3 ആളെ അറിയാല്ലേ? അപ്പോൾ 2 ആൾക്ക് മാർക്ക് തരാം. 1 മാർക്ക് വെച്ച് 2 ആക്കും തരാം. ബിക്കോസ് 4 ആളുടെ പേരും 2 വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മാർക്ക് ഫോർ ഹൃതിക, 1 മാർക്ക് ഫോർ ഗൗരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമൽ. അതായത് ഞാൻ ഒരു ക്ലൂ തരാം. ഡോഗും ക്യാറ്റൊക്കെ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷെ അതല്ലാണ്ട് വേറൊരു ആനിമൽ ഉണ്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഓക്കെ, പാണ്ട അല്ല, സോറി. ഓക്കെ, അല്ല, റോങ് അഗെയിൻ. ഗൗരി അല്ല. കുതിര. യെസ്, ഹോഴ്സ്. ഐ ലവ് ഹോഴ്സ്. അത് യൂണിക്കോണിന്റെ അതുകൊണ്ടാണ്, ബിക്കോസ് യൂണിക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യണേ. ലാസ്റ്റോട്ട് പോന്നു. ഗൗരി സ്കോർ ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളിങ്ങനെ ഓരോ ടൈം ഉണ്ടാവില്ലേ, മോർണിംഗ്, ഈവനിങ്, നൈറ്റ്, അങ്ങനെ കുറച്ചില്ലേ, അതിലെനിക്ക് മോസ്റ്റ് കംഫർട്ടബിൾ ഇഷ്ടമുള്ള ഏതാ? യെസ്, എനിക്കറിയില്ല. ഇനി അടുത്തത് മോസ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാർ ഓർ ബൈക്ക്? കാർ. ഓൾവേസ് കാർസ്, ഓൺലി കാർസ്. അപ്പോൾ എന്താ പറയുക, ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇത് ഈസി ആയിരുന്നു, ഞാൻ വെറുതെ ചെയ്തതാണ്. എന്താ പറയുക, അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കുറച്ച് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ ചോദിക്കുക, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഞാൻ റെഡിയാക്കി വെച്ച ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ സ്കോർ നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താ പറയുക, കാറിനെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് വെറുതെ എല്ലാവരുടെയും ഫേവറേറ്റ് കാർ ചോദിക്കാം. എൻ്റെത് ഓൾറെഡി പറഞ്ഞല്ലോ, റേഞ്ച് റോവർ. കുറേ കാർ എനിക്കിഷ്ടമാണ്, ഓൾമോസ്റ്റ് എല്ലാ കാറും എനിക്കിഷ്ടമാണ്. ബട്ട് മോസ്റ്റ് ഫേവറേറ്റ് റേഞ്ച് റോവർ സ്പോർട്ട്. അപ്പോൾ ഇനി ഗൗരീൻ്റെ ഫേവറേറ്റ്? എനിക്ക് ഫെറാറിയും ലംബോർഗിനി ഒരുപോലെ ഇഷ്ടമാണ്. കൂടുതലും അങ്ങനെ ഒന്നായിട്ട് ഇഷ്ടമില്ല. കൊള്ളാം. നെക്സ്റ്റ്. എനിക്ക് എല്ലാ കാറും ഇഷ്ടമാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാറും ഇഷ്ടമാണ്. ഒന്നായിട്ട് ഇഷ്ടം, എന്നാലൊക്കെ എക്സോസ്റ്റ് വെച്ച കാറും ഇഷ്ടമാണ്. പിന്നെ പൊട്ടിച്ചു എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ അതെ, ഓൾമോസ്റ്റ് വി ആർ കാർ ലവേഴ്സ്. സോ എല്ലാ കാറും ഇഷ്ടമാണ്. പിന്നെന്താ, ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് സ്കോർ പറയാം. നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് എത്ര മാർക്ക് ഉണ്ടെന്ന് പറയാം. കൗണ്ട് ചെയ്യട്ടെ.
കൗണ്ട്. മാർക്ക് നല്ല കോമഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തരാം. അപ്പോൾ ഞാൻ മാർക്ക് പറഞ്ഞുതരാം. അയ്യോ മാർക്കല്ല, സ്കോർ പറഞ്ഞുതരാം. ഹൃതിക ഗോട്ട് 13.5 ഫസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ് ഗോസ് ടു ഗൗരി വിത്ത് 3.5 മാർക്സ്. ഏച്ചിയുടെ പേരെ ഞാനാ കൂടുതല് കുറച്ച് ചെറുതായോണ്ട് അതെ അപ്പൊ ഞാൻ വെക്കും. എന്തായാലും അങ്ങനെ കിട്ടിയല്ലോ. അതെ ഇത്രയും കിട്ടിയല്ലോ. വെൽ ഡൺ മൈ ഗേൾ. അങ്ങനെ അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ പറയട്ടല്ലേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹൂ നോസ് മീ ബെറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. വിന്നർ ഈസ് ഹൃതിക, റണ്ണറപ്പ് ഗൗരി. അപ്പോൾ ഇന്ന് വെറുതെ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ ചെയ്താ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഇത് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ചെയ്ത് നോക്കിയതാ. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.